ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം, പലർക്കും മനസ്സിൽ സംശയമുള്ളൊരു കാര്യമാണ്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അത്യാവശ്യം നല്ല സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സാഹചര്യത്തിൽ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അതായത് ഒരു 5th ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ 5th ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനം നോർമലായിട്ട്, അതായത് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന വാഹനം നമുക്ക് കാണാൻ സാധിക്കും ഒരു നോർമൽ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഒരു 4th ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത ഉടനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ, അതോ ഗിയർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യണോ, അതോ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ? ഇങ്ങനൊരു സംശയം പലരുടെയും മനസ്സിലുണ്ട്. അതായത് സ്പീഡ് ഒത്തിരി റെഡ്യൂസ് ആയതിന് ശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതിയോ, അതോ ബ്രേക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ? ഞാൻ ഉദ്ദേശിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനൊരു 4th ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലത്തെ വാഹനം ബ്രേക്ക് ചെയ്ത് നല്ല സ്ലോ ആക്കിയ സമയത്ത് ഞാൻ ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കിയതിന് ശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതിയോ, അതോ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ക്ലച്ച് അപ്ലൈ ചെയ്ത് നേരെ 2nd ഗിയറിൽ ഇടണോ? ഇതാണ് എൻ്റെ ചോദ്യം. കുറച്ച് പേരെങ്കിലും ഇത് മനസ്സിലാകാത്ത ആൾക്കാർ, അതായത് പുതിയതായിട്ട് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സംശയം മനസ്സിൽ കാണും. നമുക്കതൊന്ന് ക്ലിയർ ആക്കാം. അതായത് ഇപ്പം ഞാൻ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4th ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5th ഗിയറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 5th ഗിയറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ഒരു വാഹനം ബ്രേക്ക് ചെയ്യാമെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. വാഹനത്തിൻ്റെ സ്പീഡ് ഗ്രാജുവലായിട്ട് കുറയുന്നതിനനുസരിച്ച് ഓരോ ഗിയേഴ്സായിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. കാരണം എനിക്ക് ഇവിടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ വാഹനം സഡനായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട സ്പീഡ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിങ് ബ്രേക്ക് ചെയ്ത് സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ക്ലച്ച് അപ്ലൈ ചെയ്ത് ഗിയേഴ്സ് മാറ്റുകയാണ്. ഒരു കാരണവശാലും ബ്രേക്കും ക്ലച്ചും കൂടെ ഒന്നിച്ച്, അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ, അതായത് അത്യാവശ്യം സ്പീഡുള്ള സമയത്ത്, ഏകദേശം ഒരു 20 കിലോമീറ്ററിന് മുകളിൽ സ്പീഡുള്ള സമയത്ത് ബ്രേക്കും ക്ലച്ചും കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ എൻജിനും ടയറും ആയിട്ടുള്ള കോണ്ടാക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ടയർ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഫ്രീ ആയി പോവാണ്, ബ്രേക്കിന് അത്രയും കൂടെ ലോഡ് കിട്ടുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രേക്കിന് വെയർ കൂടാൻ, തേയ്മാനം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹീറ്റ് കൂടാനുള്ള, അതായത് ബ്രേക്കിന് ഹീറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ഒരു ഹീറ്റ് കൂടുന്നുള്ളതുകൊണ്ട് എൻ്റെ വാഹനത്തിന് ഇന്നേ വരെ ഒരു കുഴപ്പം വന്നിട്ടില്ല, ഞാൻ അങ്ങനെ ഓടിക്കുന്ന എന്ന് പറയുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടെ, ഈ പറയുന്നൊരു കേസ് ഇവിടെയല്ല ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. നമ്മളൊരു ഹൈ റേഞ്ച് ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ബ്രേക്ക് ഒരുപാട് ഹീറ്റാകും. ബ്രേക്ക് കിട്ടാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ബ്രേക്ക് ചെയ്ത് വാഹനത്തിൻ്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ഗിയർ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു 5th ഗിയറിൽ പോവുകയാണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്പീഡ് ഒരു 80 ആണെന്ന് സങ്കല്പിക്കുക. ഫ്രണ്ടിലത്തെ വാഹനം ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്തു, നിങ്ങൾ സ്പീഡ് കുറച്ചതിന് ശേഷം 20 ആകാൻ നോക്കണ്ട, സ്പീഡ് കുറച്ചൊരു ഏകദേശം ഒരു 60 ഒക്കെ എത്തിയപ്പോഴേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലച്ച് ചവിട്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യാം, ഡൗൺ ആക്കാം, അതിൽ പ്രോബ്ലം ഇല്ല. പക്ഷെ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കിലൊക്കെ അത്യാവശ്യം പെട്ടെന്നാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നിച്ച് ചവിട്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഒരിക്കലും ഇതിങ്ങനെ ചെയ്യാവുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ റെക്കമെൻഡേഷൻ തരുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈഫ് കൂടുന്നതായിരിക്കും. വേറെ ബ്രേക്ക് കിട്ടാതെ വരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കില്ല.